നമുക്ക് അന്നേരം സോയാ കറി ഒന്ന് വെച്ച് നോക്കിയാലോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ശകലം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 2 സവോള അരിഞ്ഞിട്ട് നമുക്കൊന്ന് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശകലം കരിയാപ്പില ഇടാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇടാം. നമ്മൾ പിഴിഞ്ഞരിഞ്ഞെടുത്ത സോയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ശകലം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തക്കാളി അരിഞ്ഞോട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തുറക്കാം. നമുക്ക് ശകലം ഉപ്പിട്ട് ശകലം പെരിഞ്ജീരകപ്പൊടി ഇടാം. നമുക്ക് ശകലം കരിയാപ്പില ഇട്ട് വാങ്ങി വെക്കാം.